എല്ലാവർക്കും നമസ്കാരം. വാൽപ്പാറയിൽ നിന്നും ഇപ്പോൾ കേൾക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ്. നമുക്കറിയാം, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് വിവാഹകർമ്മങ്ങൾ നടക്കുന്നത്. വിവാഹം നടക്കുന്ന കുടുംബത്തിലൊക്കെ ഒരവസ്ഥ വളരെ സന്തോഷകരമായിട്ടുള്ള രീതിയായിരിക്കും. അവിടേക്ക് ഈ മരണത്തിൻ്റെ വാർത്ത എത്തുക എന്ന് പറയുന്നത് ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കോയമ്പത്തൂർ ജില്ലയിലെ വാൽപ്പാറയ്ക്കടുത്ത് മുരുകോല എസ്റ്റേറ്റിൽ താമസിക്കുന്ന രാജൻ മിനി ദമ്പതികളുടെ മകളുടെ കല്യാണത്തിന് അവരുടെ ബന്ധുക്കൾ ഗൂഡല്ലൂരിലെ അതികുന്നത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഈ വാൽപ്പാറയിലെത്തി. ഇന്നലെയായിരുന്നു വിവാഹം. ഈ വിവാഹത്തിൻ്റെ പരിപാടികൾക്ക് ശേഷം തിരിച്ച് ഗൂഡല്ലൂരിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നതിനിടയിലാണ് തൊട്ടടുത്തുള്ള ഷോളയാർ ഡാം കാണാനായിട്ട് ഇവർ താല്പര്യപ്പെടുന്നത്. ഏകദേശം ഒരു 10ഓളം ബന്ധുക്കൾ ഈ ഡാമിലേക്ക് പോവുകയും അവിടെ കാഴ്ചകൾ കാണുകയും ഒക്കെ ചെയ്തു. അതിൽ 22 വയസ്സുള്ള ധനുഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ ഡാമിലെ പുഴയിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. തുടർന്ന് കൂടെയുള്ളവർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. വാൽപ്പാറ പോലീസും ഫയർഫോഴ്സും ഇന്നലെ മുഴുവൻ ഈ ഒഴുക്കിൽപ്പെട്ട ധനുഷിൻ്റെ ബോഡി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. പക്ഷേ ഇത് ലോവർ ഷോളയാറിലേക്ക് വെള്ളം ഒഴുകുന്നതിനാൽ മൃതദേഹം കണ്ടെത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നതെന്ന് ഫയർഫോഴ്സ് സംഘം അറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ചാലക്കുടിയിൽ നിന്നും സ്കൂബ സംഘം ഈ വാൽപ്പാറയിലേക്ക് പോകുന്നുണ്ട്. എന്തായിരുന്നാലും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ആ ബന്ധുക്കൾക്കിടയിലും വിവാഹം നടന്ന കുടുംബത്തിലുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ധനുഷ് 22 വയസ്സ് എന്ന ചെറുപ്പക്കാരനാണ് ഇപ്പോൾ ഈ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരിക്കുന്ന വിവരം അറിഞ്ഞിട്ടുള്ളത്. ഇന്ന് വീണ്ടും തിരച്ചിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വാൽപ്പാറ പോലീസും ഫയർഫോഴ്സും ചാലക്കുടിയിൽ നിന്നുള്ള സ്കൂബ സംഘവും ഇന്ന് തിരച്ചിലുണ്ട്.